ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാജിക് ടേസ്റ്റി. അപ്പോൾ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ സ്നാക്ക് റെസിപ്പിയാണ്. ഇഫ്താറിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ചിക്കൻ കോണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണേ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി ഒരു 1/2 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വലിയുള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ 3 മീഡിയം സൈസിലുള്ള വലിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചെറിയ ഉരുളക്കിഴങ്ങാണ്, അതും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഉരുളക്കിഴങ്ങ് ഉള്ളിൻ്റെ കൂടെ തന്നെ ഫസ്റ്റ് തന്നെ ചേർത്ത് കൊടുത്താലേ പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളിയും ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അവിടെ കുറച്ച് ചിക്കന് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഉപ്പും കൂടി ഇട്ട് വേവിച്ചെടുത്തതാണ്. അതിനിടെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനോടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ചിക്കൻ വേവിച്ചതിന് കൂടെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് മൈദപ്പത്തിരിയാണ്. ഞാനിവിടെ ചപ്പാത്തി കുഴക്കുന്ന പോലെ കുഴച്ചെടുത്തിട്ടുള്ള പത്തിരിയാണ്. അത് ചെറിയ ചെറിയ വട്ടത്തിലാക്കിയിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഓരോ പത്തിരി എടുത്തിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു ഭാഗം എടുത്തിട്ട് ഒരു കോൺ ഷേപ്പിലാക്കിയിട്ട് മടക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഫില്ലിങ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു 1.5 ടേബിൾ സ്പൂണോളം ഫില്ലിങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നല്ല തിക്കായിട്ട് നിൽക്കേണ്ട രീതിയിൽ ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മുകൾ ഭാഗം നല്ല പ്രസ് ചെയ്ത് ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം. ആ ഫില്ലിങ് ഒന്ന് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ബാക്കിയുള്ള എല്ലതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്.
അതുകൊണ്ട് ഒരു 10 എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ ഫില്ലിങ്ങും എല്ലാം അതിന് കറക്റ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഞാൻ ഒരു 2-3 ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചൊരു ലൂസുള്ള ബാറ്റർ പോലെ ആക്കിയെടുക്കുകയാണ് വേണ്ടത്. നല്ല ലൂസാവാനും പാടില്ല, നല്ല തിക്കാവാനും പാടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ബാറ്ററാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഈ കൺസിസ്റ്റൻസിയിലായിരിക്കണം ബാറ്റർ ഉണ്ടാവേണ്ടത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് സേമിയാണ്. അവിടെ കുറച്ച് സേമിയ എടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. എടുത്തിട്ട് ആദ്യം മൈദമാവിൽ മുക്കിയെടുക്കാം. മുക്കിയെടുക്കുന്നതിന് മുമ്പ് നന്നായിട്ട് പ്രസ് ചെയ്ത് ഉള്ളിലേക്ക് ആക്കി കൊടുക്കണേ. അല്ലെങ്കിൽ മുക്കുന്ന സമയത്ത് അതിലേക്ക് വീണ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് മുക്കിയെടുത്തിട്ട് ആ ഭാഗം ഈ സേമിയയിൽ മുക്കിയെടുക്കുകയാണ് വേണ്ടത്. അതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ മുക്കിയെടുക്കാം. ഇനി ഇതൊക്കെ എല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ച് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം അത് അതിൻ്റെ താഴ്ഭാഗം കൂടി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുത്തനെയും കൂടി വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇതുപോലെ തന്നെ. അപ്പോൾ നമ്മുടെ ചിക്കൻ സ്നാക്ക് റെഡി വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇഫ്താറിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയ സ്നാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണേ.